السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله وسلم على خير خلقه محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, ഇസ്ലാം മാത്രമാണ് ശരി എന്ന് മുസ്ലിമീങ്ങൾ വാദിക്കുന്നു. അത് ശരിയല്ല. അങ്ങനെ ഇസ്ലാം മാത്രമാണ്, നിങ്ങളുടെ മതം മാത്രമാണ് ശരി എന്ന് പറയുന്നത് അത് വർഗീയതയല്ലേ? അങ്ങനെ പറയുവാൻ പാടുണ്ടോ? ഞങ്ങൾക്കുമുണ്ടല്ലോ മതം, അതുകൊണ്ട് നിങ്ങളുടേത് മാത്രമാണ് ശരി എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ള നിലക്കുള്ള ചർച്ചകൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ ഇൻഷാ അല്ലാഹ് ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുകയാണ്. ഇസ്ലാം ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊത്തത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്താണ് എന്ന അടിസ്ഥാനപരമായ പ്രശ്നമാണ്. ഈ ഒരു വശം മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പല വിഷയങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഇസ്ലാമിൻ്റെ ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു വിഷയം പറയുമ്പോഴും ഇസ്ലാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും വിമർശനത്തോടുകൂടി തന്നെ ഇത്തരം വിഷയങ്ങൾ പറയുന്ന ആളുകൾക്കും എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സംസാരമാണ് ഇൻഷാ അല്ലാഹ് ഈ ഉള്ളവൻ നിർവഹിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഞങ്ങൾ, നിങ്ങൾ, ഞങ്ങളുടെ മതം, നിങ്ങളുടെ മതം, ഞങ്ങളുടെ ദൈവം, നിങ്ങളുടെ ദൈവം, ഞങ്ങളുടെ വേദഗ്രന്ഥം, നിങ്ങളുടെ വേദഗ്രന്ഥം, ഇങ്ങനെ ഒരു വേർതിരിവ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലില്ല. അങ്ങനെ ഉണ്ടാകുമ്പോഴാണല്ലോ എൻ്റെ മതമാണ് ശരി, അല്ലെങ്കിൽ നിൻ്റെ മതമാണ് ശരി, എൻ്റെ ദൈവമാണ് മഹത്വമുള്ളവൻ, നിൻ്റെ ദൈവമാണ് മഹത്വമുള്ളവൻ എന്ന ഒരു വിഷയം വരുന്നത്, എൻ്റേത് നിൻ്റേത് എന്ന ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് നമ്മുടേത് എന്നതാണ്. ശരിക്കും ശ്രദ്ധിക്കുക. ഇസ്ലാം പ്രപഞ്ച സൃഷ്ടാവായ സാക്ഷാൽ ആരാധ്യനായ ദൈവത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഒരിക്കലും അറബി ദൈവമെന്നോ മുസ്ലിമീങ്ങളുടെ ദൈവമെന്നോ എവിടെയും പരിചയപ്പെടുത്തുന്നില്ല. പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായം ഇങ്ങനെയാണ്: ഖുൽ, പറയുക, അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവായ, മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവായ, ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനായ. അവിടെ മുഴുവൻ മനുഷ്യരുടെയും ആരാധ്യനെക്കുറിച്ചാണ് ഇസ്ലാം പറയുന്നത്. എന്നിരിക്കെ ഇവിടെ എൻ്റേത് നിൻ്റേത് എന്നതില്ല, നമ്മുടെ എല്ലാവരുടേതും എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതേപോലെ തന്നെ വേദഗ്രന്ഥത്തെ സംബന്ധിച്ച്, ഖുർആനിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഹുദല്ലിന്നാസ് എന്നാണ്. ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 185-ാമത്തെ വചനമാണ്. പരിശുദ്ധ ഖുർആൻ ജനങ്ങൾക്കുള്ള, സകല മനുഷ്യർക്കുമുള്ള മാർഗദർശനമാണ്. അവിടെയും എൻ്റേത് നിൻ്റേത് എന്നില്ല, നമ്മുടേതെല്ലാവരുടേതും എന്നാണ് കാണാൻ കഴിയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അറാഫിലെ 158-ാമത്തെ ആയത്തിൽ പറയുന്നത്: ഖുൽ യാ അയ്യുഹന്നാസ്, പറയുക ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ്, എല്ലാവരുടെയും റസൂലാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചും ഖുർആനിനെ സംബന്ധിച്ചും മുഹമ്മദ് നബിയെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തപ്പെട്ട പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ചുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരുടെയും സൃഷ്ടാവായ പ്രപഞ്ച സൃഷ്ടാവ് എന്നാണ്. ഇസ്ലാം എന്ന മതം ആ പ്രപഞ്ച സൃഷ്ടാവ് അവൻ്റെ സൃഷ്ടികളായ മുഴുവൻ മനുഷ്യന്മാർക്കും നൽകിയിട്ടുള്ള മതമാണ്. എല്ലാ വേദഗ്രന്ഥങ്ങളും അങ്ങനെ തന്നെയാണ്, എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എൻ്റേത് നിങ്ങളുടേത് എന്ന ഒരു വേർതിരിവ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മതമാണ് ശരിയെന്നല്ല, മറിച്ച് സകല മനുഷ്യരുടെയും മതം ഇസ്ലാമാണ്.
നമ്മുടെ എല്ലാവരുടെയും മതമായ ഇസ്ലാം അത് മാത്രമാണ് ശരി. കാരണം നമ്മുടെ എല്ലാവരുടെയും സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ മതമാകുന്നു അത്. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. മാത്രമല്ല മനുഷ്യരെക്കുറിച്ച് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്താണ്? പരിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്തിൽ പറയുന്നത്, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. മനുഷ്യരെ, നിങ്ങളെ എല്ലാവരെയും ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു മാതാപിതാക്കളുടെ മക്കളാണ്. എല്ലാവരുടെയും സ്രഷ്ടാവ് ഒന്നാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സ്രഷ്ടാവ് ഒന്നാണ്. അവൻ നൽകിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളുടെ ആശയങ്ങളൊക്കെ സകല മനുഷ്യർക്കുമുള്ളതാണ്, എല്ലാവർക്കുമുള്ളതാണ് എന്ന മാനവികതയുടെ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാമിന് മുന്നോട്ട് വെക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ മതമാണ് ശരി എന്നല്ല പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും മതമായ ഇസ്ലാം അതാണ് ശരി. നമ്മുടെ എല്ലാവരുടെയും സ്രഷ്ടാവായ സാക്ഷാൽ ആരാധ്യനായ ഏകദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ തുടങ്ങിയ ആശയങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും പരിശുദ്ധ ഖുർആനിൽ ഇസ്ലാം എന്ന മതം മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ചില വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ആ വചനങ്ങളിലൂടെ കടന്നുപോയാൽ തീർച്ചയായും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ആദർശം അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ 83-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ. അള്ളാഹുവിൻ്റെ മതമല്ലാതെ മറ്റു വല്ല മതവുമാണോ അവർ ആഗ്രഹിക്കുന്നത്? അവിടെ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇസ്ലാമാണ്. ഇതേ അധ്യായത്തിലെ തന്നെ 19-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ മതം എന്നത് ഇസ്ലാമാകുന്നു. അപ്പോൾ ഇവിടെ അദ്ദീൻ, മതം, അതല്ലെങ്കിൽ അറബി ഭാഷയിൽ ദീൻ എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അള്ളാഹുവിൻ്റെ മതമല്ലാതെ മറ്റു വല്ലതുമാണോ അവരാഗ്രഹിക്കുന്നത് എങ്കിൽ അറിയുക, വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് നിലകൊള്ളുന്നത്. തൗഅൻ, ഒന്നുകിൽ അനുസരണയോടുകൂടി. എന്താണ് അനുസരണയോടുകൂടി എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ വിശദീകരിച്ചു, ദൈവത്തെ അറിയുകയും അംഗീകരിക്കുകയും അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവിക നിയമങ്ങൾക്ക് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ. എന്നാൽ വേറെ ചില ആളുകൾ വക്കർഹൻ, നിർബന്ധിതമായി, അവർ വിശ്വാസികളല്ല, മനസ്സുകൊണ്ട് ദൈവത്തെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നില്ല, എന്നാലും അവരുടെ ശരീരവും അവരുടെ മറ്റെല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ്. അവർ ജനിക്കുന്നത്, അവർ മരിക്കുന്നത്, അവർക്ക് വാർദ്ധക്യമുണ്ടാകുന്നത്, അവർക്ക് രോഗമുണ്ടാകുന്നത്, അവരുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ വിധികൾ, അവരുടെ ശരീരത്തിലെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്, ആമാശയം പ്രവർത്തിക്കുന്നത്, ഹൃദയം പ്രവർത്തിക്കുന്നത്, തലച്ചോറ് പ്രവർത്തിക്കുന്നത്, കോശങ്ങൾ പ്രവർത്തിക്കുന്നത്, എല്ലാം പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് തന്നെയാണ്. വ ഇലൈഹി യുർജഊൻ, എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവേണ്ടവരുമാകുന്നു. ഇവിടെ അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ എന്ന് പറയുന്നിടത്ത് ഇവിടെ ദീനുള്ള, അള്ളാഹുവിൻ്റെ ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, അതുകൊണ്ടുള്ള ഉദ്ദേശം ത്വാഅത്തുള്ള. കാരണം ദീൻ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ദാന യദീനു ദീനൻ. ദാന എന്ന് പറഞ്ഞാൽ ഖദഅ വദല്ല. ഖദഅ, കീഴൊതുങ്ങുക, അനുസരിക്കുക, കീഴ്പ്പെടുക, സമർപ്പിക്കുക. ഇതൊക്കെയാണ് ദീൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഖുദൂ ആണത്, വിനയമാണത്, വഴിപ്പെടലാണത്, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അനുസരിക്കലാണത്. ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥവും അങ്ങനെ തന്നെയാണ് സഹോദരങ്ങളെ. സമർപ്പിക്കുക, അനുസരിക്കുക, കീഴൊതുങ്ങുക എന്നൊക്കെയാണ് ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥവും. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സമർപ്പണത്തിൻ്റെ എല്ലാ വാക്കുകളും ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണത്. അതുകൊണ്ട് ഇസ്ലാം മതം എന്ന് പറയുമ്പോൾ അവിടെ മതം എന്നുള്ള ആ മലയാള പദത്തേക്കാൾ അതിനോട് യോജിക്കുന്നത് ഇസ്ലാം എന്ന സമർപ്പണത്തിൻ്റെ ആദർശം എന്നാണ്. ഇസ്ലാം എന്ന സമർപ്പണത്തിൻ്റെ ആദർശം. അപ്പോൾ പ്രപഞ്ച സ്രഷ്ടാവിന് കീഴൊതുങ്ങി അവനെ അനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥാവിശേഷത്തിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്തിന് ഇസ്ലാമിനോട് വിയോജിപ്പ് തോന്നണം? ആകാശലോകങ്ങളിലുള്ളവരെല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങുന്നു, മലക്കുകളും അതേപോലെ തന്നെ നമുക്കറിയാത്ത മറ്റു വല്ല സൃഷ്ടികളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ അള്ളാഹുവിന് കീഴൊതുങ്ങുകയാണ്. ആകാശലോകത്തിലുള്ളവരൊക്കെ അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. വൽ അർദി, അതേപോലെ തന്നെ ഭൂമിയിലെ സമസ്ത ജീവജാലങ്ങളും, അതേപോലെ ഭൂമിയിലെ വിശ്വാസികളായ ആളുകളും മനുഷ്യരിലും ജിന്നുകളിലുംപ്പെട്ട വിശ്വാസികളുമൊക്കെ അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടാണ്. തൗഅൻ, ഒന്നുകിൽ അനുസരണയോടുകൂടി, അല്ലെങ്കിൽ വക്കറഹൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ.
കാരണം നമ്മുടെ ശരീരമെല്ലാം അനുസരിക്കുന്നത് അള്ളാഹുവിനെയാണ്. നമുക്കറിയാമല്ലോ, ഇവിടെ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, പല നാട്ടുകാരുണ്ട്, പല മതക്കാരുണ്ട്. ശരി, ഓക്കെ. അവരുടെ ശരീരത്തിലെ ഏതെങ്കിലും പ്രവർത്തനങ്ങളെ അവരാണോ നിയന്ത്രിക്കുന്നത്? അല്ലല്ലോ. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നിനെയും നമ്മൾ നിയന്ത്രിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ കീഴ്പ്പെട്ടവരാണ്. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഒരു പങ്കും നമുക്കില്ല. മഴ വർഷിക്കുന്നതിൽ നമുക്ക് പങ്കില്ല. സസ്യലതാദികൾ മുളച്ചു പൊന്തുന്നതിൽ നമുക്ക് പങ്കില്ല. നമ്മുടെ ശരീരത്തിന് വാർദ്ധക്യമുണ്ടാകുന്നതിൽ നമുക്ക് പങ്കില്ല. നമ്മുടെ മരണം സംഭവിക്കുന്നതിൽ നമുക്ക് പങ്കില്ല. എല്ലാവരും കീഴൊതുക്കത്തിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഈ ഒരു സമർപ്പണമാണ് ലോകത്ത് മുഴുവൻ കാണുന്നത്. എന്നിരിക്കെ ആ സമർപ്പണത്തിൻ്റെ ആശയത്തോട് ആർക്ക് വിയോജിപ്പ് തോന്നേണ്ട ആവശ്യമുണ്ട്? അതുകൊണ്ട് ഇസ്ലാമാണ് ശരിയെന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങിക്കൊണ്ടുള്ള ജീവിതമാണ് ശരി. ഇതിനോട് ആർക്കും അൽഹംദുലില്ലാ വിയോജിപ്പ് തോന്നേണ്ടുന്ന ആവശ്യമില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് മറ്റൊരു അധ്യായത്തിൽ, ഖുർആനിലെ 16-ാം അധ്യായമാണ് സൂറത്തുൻ നഹ്ൽ. ആ സൂറത്തുൻ നഹ്ലിലുള്ള 48 മുതൽക്കുള്ള വചനങ്ങളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അവലം യറൗ ഇലാ മാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ യതഫയ്യഉ ദിലാലുഹു അനിൽ യമീനി വശമാഇലി സുജ്ജദൻ ലില്ലാഹി വഹും ദാഖിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച പ്രപഞ്ചത്തിലെ ഏതൊരു സൃഷ്ടിയെയും നിങ്ങൾ നോക്കൂ. ആ സൃഷ്ടികളും അവയുടെ നിഴലുകൾ പോലും അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട്, അവന് കീഴൊതുങ്ങിക്കൊണ്ട്, അവന് സാഷ്ടാംഗം ചെയ്തുകൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടും ചായ്ഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ കീഴ്പ്പെടുത്തപ്പെട്ടവരാണ്. സൂര്യൻ്റെ ചലനം, ചന്ദ്രൻ്റെ ചലനം, പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ വ്യക്തമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ആരെയാണ് അവർ അനുസരിക്കുന്നത്? പ്രപഞ്ചം അനുസരിക്കുന്നത്. ആരുടെ നിയമങ്ങളാണ് പാലിക്കുന്നത്? സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നിലനിൽപ്പിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. വീണ്ടും പറയുന്നു, വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള യാതൊരു വസ്തുവും, അതേപോലെ തന്നെ മിൻ ദാബത്തിൻ ഏതൊരു ജീവജാലവും, വൽ മലായികത്തു മലക്കുകളും, വഹും ലാ യസ്തക്ബിറൂൻ ആ മലക്കുകളൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല? അഹങ്കരിക്കുന്നില്ല. അവരെല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് നിലകൊള്ളുന്നു. അപ്പോൾ ഭൂമിയിലുള്ള സകല വസ്തുക്കളും, ജീവജാലങ്ങളും, ആകാശലോകത്തിലുള്ള സകല വസ്തുക്കളും, മലക്കുകളും എല്ലാവരും ഈ സമർപ്പണത്തിൻ്റെ പാതയിലാണ്, സുജൂദിൻ്റെ പാതയിലാണ്, ഇസ്ലാമിൻ്റെ പാതയിലാണ്. അഥവാ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ അള്ളാഹുവിന് സമർപ്പിക്കുക, അതിലൂടെ സമാധാനവും ശാന്തിയും കണ്ടെത്തുക. മതം എന്ന പദത്തിന് അറബിയിൽ ഉപയോഗിച്ച ദീൻ എന്ന പദം പോലും അനുസരിക്കലും കീഴൊതുങ്ങലും സമർപ്പിക്കലും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ആലി ഇമ്രാനിലെ 83-ാമത്തെ വചനത്തിൽ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധേയമാണ്. അഫഗൈറ ദീനില്ല, അള്ളാഹുവിൻ്റെ ദീനല്ലാതെ നിങ്ങൾ വേറെ വല്ലതും തേടുകയാണോ? യബൂൻ, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒറ്റ മതമേ ഉള്ളൂ. എന്താണ് ആ മതം? സമർപ്പണത്തിൻ്റെ മതമാണത്. പ്രപഞ്ച സൃഷ്ടാവിനെ സമർപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇവിടെ എല്ലാവരും ഒരു മാതാപിതാക്കളുടെ മക്കളാണ്. എല്ലാവരും ഒരു സൃഷ്ടാവായ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഈ പ്രപഞ്ചവും നമ്മളും എല്ലാവരും ഒന്നാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. മനുഷ്യന്മാർ മാത്രമല്ല, ഈ പ്രപഞ്ചം മൊത്തത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. നമ്മുടെ കൂടെ സുജൂദ് ചെയ്യുന്നുണ്ട് ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും വൃക്ഷങ്ങളും നക്ഷത്രങ്ങളും എല്ലാം തന്നെ. അപ്പോൾ എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്നും അവന് സമർപ്പിക്കേണ്ടവരാണ് എന്നുമുള്ള പ്രവിശാലമായ, പ്രപഞ്ചത്തോളം വിശാലതയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അവിടെ നിങ്ങൾ, ഞങ്ങൾ, ഇന്ന നാട്ടുകാർ എന്നതിനെല്ലാം അപ്പുറത്ത് പരിപൂർണമായും മാനവികതയുടെ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാമിനുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ദൈവം, എല്ലാവർക്കും ഒരു മതം, എല്ലാവരുടെയും പ്രവാചകന്മാരാണ് ലോകത്ത് കടന്നു വന്നിട്ടുള്ള പ്രവാചകന്മാർ എന്നൊരു കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇതേ അധ്യായത്തിലെ 83-ാമത്തെ വചനം കഴിഞ്ഞ് തൊട്ടു ഉടനെയുള്ള വചനം 84-ാമത്തെ വചനം ശ്രദ്ധിക്കുക. ആരാണ് മുസ്ലിം എന്ന് വ്യക്തമാക്കി തരികയാണ്. ഖുൽ, നബിയെ പ്രഖ്യാപിക്കണം, ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈന, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വമാ ഉൻസില അലൈന, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിലും. എന്നാൽ അതിൽ മാത്രം പരിമിതപ്പെടുത്താൻ പാടുണ്ടോ? ഇല്ല. പല ആളുകളും ധരിച്ചത് അങ്ങനെയാണ്. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ മാത്രമാണ്, അവരുടെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. അപ്പോൾ മുഹമ്മദ് നബി കൊണ്ടുവന്ന ഒരു മതമാണ് ഇസ്ലാം. മുഹമ്മദ് നബി കൊണ്ടുവന്ന ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ ഒരു ദൈവമാണ് അള്ളാഹു എന്നൊക്കെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പലരും മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുകയാണത്, ആ നിലക്ക് പ്രചരിപ്പിക്കുകയാണ്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് നേരെ വിപരീതമാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കൂ,
പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുകയാണ്. ലോകത്തിലെ മുഴുവൻ മുസ്ലിമും ഇങ്ങനെയാണ് പറയേണ്ടത്, ആമന്നാ ബില്ലാ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞ അള്ളാഹു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവ്, എല്ലാവരുടെയും സൃഷ്ടാവ്. വമാ ഉൻസില അലൈന, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിലും, വമാ ഉൻസില അല ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും, വ ഇസ്മായിൽ നബി, വ ഇസ്ഹാഖ്, വ യാക്കൂബ് വൽ അസ്ബാത്ത്, യാക്കൂബ് സന്താനങ്ങൾ, വമാ ഊതിയ മൂസ വ ഈസ വൻ നബിയൂന മിർ റബ്ബിഹിം, മൂസാ നബിക്ക് നൽകപ്പെട്ടത്, ഈസാ നബിക്ക് നൽകപ്പെട്ടത്. പിന്നെ പറയുന്നത് സകല അംബിയാക്കളും സകല പ്രവാചകന്മാരും ലോകത്ത് കടന്നു വന്നിട്ടുള്ള, ഖുർആൻ പറയുന്നത് വ ഇമ്മിൻ ഉമ്മത്തിനില്ല ഖലാ ഫീഹാ നദീർ, എല്ലാ നാട്ടിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, എല്ലാ നാട്ടിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ ജനപദങ്ങളിലേക്കും നാം റസൂലുകൾ അയച്ചിട്ടുണ്ട്. ആ റസൂലുകളിൽ ഒരാൾ മാത്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെയും നാടുകളിലേക്ക് ധാരാളം പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണ് മുസ്ലിമിൻ്റെ പ്രത്യേകത. അതല്ലാതെ ഞങ്ങൾക്ക് മുഹമ്മദ് നബി മാത്രം, ഖുർആൻ മാത്രം, ഞങ്ങളുടെ മതം മാത്രമാണ് ഇസ്ലാം, ഞങ്ങളുടെ ദൈവം മാത്രമാണ് അള്ളാഹു, അങ്ങനെ ഒരു ചിന്താഗതി തന്നെ മുസ്ലിമീങ്ങൾക്കില്ല. അല്ലെങ്കിൽ ഇസ്ലാമിൽ അത് പാടില്ല. ഇസ്ലാം എന്നത് എല്ലാവരുടേതാണ്. എല്ലാ കാലഘട്ടത്തിലെയും പ്രവാചകന്മാർ ലോകത്തിന് പരിചയപ്പെടുത്തിയ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് നോക്കൂ, വീണ്ടും പറയുകയാണ്, ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, ഒരു നബിമാർക്കിടയിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, കാരണം ഞങ്ങൾ അള്ളാഹുവിന് മുസ്ലിമീങ്ങളാണ്. അപ്പം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എല്ലാ നബിമാരും പറഞ്ഞ ആശയം, എല്ലാ നാടുകളിലേക്കും എല്ലാ ജനങ്ങൾക്കും ലഭിച്ച ആദർശം, അതാണ് ഇസ്ലാം. അത് ദൈവത്തിന് സമർപ്പിക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിന് ജീവിതത്തെ സമർപ്പിക്കുന്ന, അവനെ മാത്രം ആരാധിക്കുന്ന, അവന് മാത്രം വണങ്ങുന്ന, അവന് മാത്രം പൂജകൾ അർപ്പിക്കുന്ന ആ ഒരു ആദർശം. ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് 85-ാമത്തെ ആയത്തിൽ പറയുന്നത് വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ, ഇസ്ലാം അല്ലാത്ത ഒന്നിനെ മതമായി ആര് സ്വീകരിച്ചാലും അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്ത് നഷ്ടക്കാരനായിത്തീരും, അവൻ പരലോകത്ത് നഷ്ടക്കാരനായിത്തീരും. എന്തുകൊണ്ടാണ് ഇസ്ലാം അല്ലാത്ത മതത്തെ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? അതല്ലാത്ത മറ്റൊരു മതമില്ല എന്നതുകൊണ്ടാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം, മതം എന്നത് അത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം നൽകേണ്ടതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകേണ്ടതാണ്. ഖുർആനിലെ 5-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിലുള്ളത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, എൻ്റെ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു, അഥവാ അനുഗ്രഹം, ഇസ്ലാമിനെ മതമായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നു. അപ്പോൾ മതം അത് സൃഷ്ടാവിൽ നിന്നും ഉണ്ടാവേണ്ടതാണ്, മനുഷ്യരുണ്ടാക്കേണ്ടതല്ല. കാരണം മനുഷ്യരുണ്ടാക്കിയാൽ അതിന് എന്തായാലും പോരായ്മയുണ്ടാകും, അതിൽ വർഗീയതയുണ്ടാകും, അതിൽ പല നിലക്കുമുള്ള അക്രമമുണ്ടാകും, അനീതി ഉണ്ടാകും. കാരണം മനുഷ്യൻ പല ചിന്താഗതിക്കാരനാണ്. അവൻ ജീവിക്കുന്ന നാട് അവനെ സ്വാധീനിക്കും. ദേശീയത, ഭാഷ, അവൻ്റെ നിറം, അവൻ്റെ സംസ്കാരം, അവൻ്റെ പാരമ്പര്യം, അവൻ്റെ വിവരം, അവൻ്റെ ബുദ്ധിശക്തി എല്ലാം മനുഷ്യനെ സ്വാധീനിക്കും. ഇതിനാലെല്ലാം സ്വാധീനിക്കപ്പെടുന്ന ഒരാൾക്ക് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു മതദർശനം ഉണ്ടാക്കുക സാധ്യമല്ല. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് മതദർശനങ്ങൾ മനുഷ്യരുണ്ടാക്കാൻ പാടില്ല, അത് അസാധ്യവുമാണ്, മനുഷ്യന് കഴിയില്ല. മറിച്ചു മതാശയങ്ങൾ, വിശ്വാസപരം, കർമ്മപരം ആയ കാര്യങ്ങളൊക്കെ ആരിൽ നിന്നാണ്? സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നാണ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏതെങ്കിലും നാട്ടുകാരോടോ ദേശക്കാരോടോ ഭാഷക്കാരോടോ പ്രത്യേക സ്നേഹമോ വെറുപ്പോ ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും അവൻ്റെ സൃഷ്ടികളാണ്, എല്ലാവരും അവൻ്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ അവൻ വിവേചനം കാണിച്ചുകൊണ്ട് മതദർശനങ്ങളെ ഒരിക്കലും ഓരോ നാട്ടുകാർക്കും വേറെ വേറെ മതം, ഓരോ നാട്ടുകാർക്കും വേറെ വേറെ വേദഗ്രന്ഥം എന്ന് പറഞ്ഞ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥം അങ്ങനെ അവൻ നൽകുകയില്ല. എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും എല്ലാ പ്രവാചകന്മാരുടെയും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കർമ്മങ്ങളിലോ ആചാരങ്ങളിലോ വ്യത്യാസങ്ങൾ വന്നു എന്നല്ലാതെ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം തന്നെ ശുദ്ധമായ ഏകദൈവ ആരാധനയുടെ, പ്രപഞ്ച സൃഷ്ടാവിന് ജീവിതത്തെ സമർപ്പിക്കണമെന്ന ഇസ്ലാം എന്ന ആ വാക്കിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന ആ ആശയമാണ് എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും ആശയം. ആ ആശയമാണ് എല്ലാ പ്രവാചകന്മാരും ലോകത്തിന് നൽകിയിട്ടുള്ളത്. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. മാത്രമല്ല, ആദ്യ തലമുറയിൽ വേറെ വേറെ മതങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 213-ാമത്തെ ആയത്തിൽ പറയുന്നത് കാനന്നാസു ഉമ്മത്തൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ വഅൻസല മഅഹുമുൽ കിതാബ ബിൽ ഹഖ് ലിയഹ്കുമ ബൈനന്നാസി ഫീമാ ഇഖ്തലഫൂ ഫീഹി വമാ ഇഖ്തലഫ ഫീഹി ഇല്ലല്ലദീന ഊതൂഹു മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാതു ബഗ്യൻ ബൈനഹും.
ജനങ്ങളെല്ലാം ഏക സമൂഹമായിരുന്നു എന്നാണ്. കാനന്നാസു ഉമ്മത്തൻ വാഹിദ അഥവാ മില്ലത്തൻ വാഹിദ, ഒറ്റ മതമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ വേറെ മതങ്ങളില്ല. അത് സൃഷ്ടാവായ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന സമർപ്പണത്തിൻ്റെ, പ്രപഞ്ചം മുഴുവൻ സ്വീകരിച്ച ആ ഒരു ആദർശത്തിൻ്റെ മതമായ ഇസ്ലാം എല്ലാവരുടേതുമായിരുന്നു. എന്നാൽ പിന്നീട് ജനങ്ങൾ ഭിന്നിച്ചു. നമുക്കറിയാം, മനുഷ്യർ പല കാരണങ്ങൾ കൊണ്ട് ഭിന്നിക്കും, തമ്മിൽ തല്ലും. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും തൻ്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് അങ്ങനെ പിന്നീട് അത്തരം അഭിപ്രായങ്ങളും താല്പര്യങ്ങളുമൊക്കെ വേറെ വേറെ മതങ്ങളായി അറിയപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ അതൊന്നും ദൈവികമല്ല, അതൊക്കെ മനുഷ്യർ പരസ്പരം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വേദം നൽകപ്പെട്ട ആളുകൾ ഭിന്നിച്ചിട്ടുള്ളത് വമഖ്തലഫ ഫീഹി ഇല്ലല്ലദീന ഊതൂഹു മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാതു ബഗയൻ ബൈനഹും. അവർക്കിടയിലുള്ള പരസ്പരം വെറുപ്പും വിദ്വേഷവും കാരണം അവർ വേറെ വേറെ ചേരി തിരിഞ്ഞതാണ്. അങ്ങനെ നിറത്തിൻ്റെ പേരിൽ, നാടിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിലൊക്കെ ആളുകൾ ഭിന്നിച്ചപ്പോൾ ഓരോരുത്തരും അവരവരുടെ സൗകര്യമനുസരിച്ച് ചില ആശയങ്ങളും ആദർശങ്ങളൊക്കെ കൊണ്ടുവന്ന് ഓരോരുത്തരും ഇത് ഞങ്ങളുടെ മതമാണ്, ഇത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് പറയുന്നൊരവസ്ഥ പിൽക്കാലഘട്ടത്തിലുണ്ടായതാണ്. ഈ ഭിന്നതകളൊക്കെ പിൽക്കാലഘട്ടത്തിലുണ്ടായതാണ്. ഇസ്ലാം പറയുന്നത് കാനന്നാസു ഉമ്മത്തൻ വാഹിദ, സകല മനുഷ്യരും ഒരൊറ്റ മതത്തിലായിരുന്നു, ഏകദൈവ ആരാധനയുടെ മതത്തിലായിരുന്നു. പിന്നീട് ഭിന്നിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വ്യത്യസ്തങ്ങളായ മതങ്ങൾ എന്നൊരു കാഴ്ചപ്പാട് ഇസ്ലാമിലില്ല. കാരണം അതൊക്കെ മനുഷ്യനിർമ്മിതമാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം, ഇസ്ലാമാണ് സത്യം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വർഗീയതയുടെ ആശയം പറയുകയല്ല, പിന്നെയോ പ്രപഞ്ച സൃഷ്ടാവിനെ സമർപ്പിക്കുന്ന, നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടാവായ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനെ മാത്രം ആരാധിക്കുകയും അവന് ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്ന ആദർശമാണ് ശരി. അതല്ലാത്തതൊക്കെ മനുഷ്യനിർമ്മിതമാണ് എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. സൂറത്ത് യൂനുസിലെ 19-ാമത്തെ ആയത്തിലും കാണാം, വമാ കാനന്നാസു ഇല്ലാ ഉമ്മത്തൻ വാഹിദതൻ ഫഖ്തലഫു. ജനങ്ങൾ ഒരൊറ്റ സമുദായമായിരുന്നു, പിന്നീട് അവർ ഭിന്നിച്ച് വേറെ വേറെ ഗ്രൂപ്പുകളായി മാറിയതാണ്. അതുകൊണ്ട് വേറെ വേറെ ഗ്രൂപ്പുകളെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നമ്മളൊക്കെ ഒരു മാതാപിതാക്കളുടെ മക്കളാണ്, ഒരു സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് നമ്മുടെ ആദർശവും ഒന്നായിരിക്കണം. അത് ഒന്ന് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതാകട്ടെ മനുഷ്യനിർമ്മിതമായി കൂടെ സൃഷ്ടാവിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. ഈ ആശയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ പറയുന്നത്, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ പൂർവ്വപിതാക്കളെയും സൃഷ്ടിച്ചവനായ രക്ഷിതാവിനെ ആരാധിക്കുക. അപ്പോൾ ഇസ്ലാം അള്ളാഹു എന്ന് പറയുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു നാട്ടുകാരുടെ ദൈവമോ ഒരു വിഭാഗക്കാരുടെ, ഒരു ഗോത്രക്കാരുടെ ദൈവമോ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിലോ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലോ അള്ളാഹു എന്നതിനെ കാണാൻ കഴിയില്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിലുടനീളം, ഉദാഹരണത്തിന് ഖുർആനിലെ 30-ാം അധ്യായത്തിലെ 40-ാമത്തെ വചനത്തിൽ പറയുന്നത്, അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും. ആരാണ് അള്ളാഹു എന്ന് മറുപടി പറയാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ നിങ്ങളെ സൃഷ്ടിച്ചവനാരോ അവൻ്റെ പേരാണ്. നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന, നിങ്ങളെ മരിപ്പിക്കുന്ന, നിങ്ങളെ മരണാനന്തരം വീണ്ടും ജീവിപ്പിക്കുന്ന, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ആ ഒരു സൃഷ്ടാവുണ്ടല്ലോ, ആ സൃഷ്ടാവിന് പറയുന്ന പേരാണ് അള്ളാഹു. അള്ളാഹു എന്ന വാക്കിൻ്റെ അർത്ഥം സാക്ഷാൽ ആരാധ്യൻ എന്നാണ്. അതൊരു ഗോത്രദൈവത്തിൻ്റെയോ നാട്ടുദൈവത്തിൻ്റെയോ ഒന്നും പേരല്ല. സാക്ഷാൽ ആരാധ്യൻ അഥവാ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. ഖുർആനിലെ 112-ാം അധ്യായം, ആ അധ്യായത്തിലെ 4 ആയത്തുകൾ അള്ളാഹു ആരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഖുൽ പറയുക ഹുവല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു തആല അഹദുൻ, അവൻ ഏകനാണ്. അള്ളാഹു സമദ്, അവൻ പരാശ്രയമുക്തനാണ്, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനും സൃഷ്ടികൾ അഖിലവും ആശ്രയിക്കുന്നവനുമായ സൃഷ്ടാവ്. ലം യലിദ് വലം യൂലദ്, അവൻ ജന്മം നൽകിയിട്ടില്ല, ജനിച്ചവനുമല്ല, അഥവാ പിതാവുമല്ല പുത്രനുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ആരുമില്ല. ഈ വിശേഷണങ്ങളെല്ലാം നൽകപ്പെടാവുന്ന പ്രപഞ്ച സൃഷ്ടാവിന് പറയുന്ന പേരാണ് അള്ളാഹു. സകല വേദങ്ങളിലും അത് തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ വമുഹൈമിനൻ അലൈഹി എന്നാണ് 5-ാം അധ്യായത്തിലെ 48-ാമത്തെ ആയത്തിൽ കാണാം. വ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖി മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബി വമുഹൈമിനൻ അലൈഹി. പൂർവ്വവേദങ്ങളെ സത്യപ്പെടുത്തുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ, അല്ലാതെ പുതിയൊരാശയം കൊണ്ടുവന്നതല്ല. എന്നാൽ അതേ സന്ദർഭത്തിൽ ജനങ്ങൾ അതിൽ കൈകടത്തി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലരും പല രൂപത്തിൽ ഭിന്നിക്കുകയും തർക്കിക്കുകയുമൊക്കെ ചെയ്തപ്പോൾ പലരും വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തി തങ്ങൾക്കിഷ്ടമുള്ളത് അതിൽ കൂട്ടിച്ചേർത്തു, പലതും അതിൽ നിന്ന് എടുത്തുമാറ്റി. അതെല്ലാം വ്യക്തമാക്കുകയും എഡിറ്റിംഗ് നടത്തുകയും
വേദഗ്രന്ഥങ്ങൾ അതിൻ്റെ ഒറിജിനൽ ഫോമിൽ എന്താശയമാണോ മുന്നോട്ട് വെച്ചത് അതിനെ അങ്ങനെ തന്നെ തെളിമയോടുകൂടി നൽകുകയും ചെയ്യുന്നു എന്നതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ആശയം. അതുകൊണ്ട് തന്നെ ഖുർആൻ മുസ്ലിമീങ്ങളുടേത് മാത്രമല്ല, അതാണ് ഹുദല്ലിന്ന സകല മനുഷ്യർക്കുമുള്ളതാണ്. അഥവാ പൂർവ്വവേദങ്ങളുടെ മുഴുവൻ ആശയങ്ങളും ഖുർആനിലുണ്ട്. അതല്ലാതെ ഖുർആൻ ഒരു പുതിയ ആശയം നൽകുകയല്ല. മറിച്ച് ഇവിടെയുള്ള തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും ഇനി ഇന്ത്യയിൽ ഏതെല്ലാം വേദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ വേദങ്ങളൊക്കെ അതിൻ്റെ ഒറിജിനൽ അവസ്ഥയിൽ എങ്ങനെയായിരുന്നോ അതിലെ ആശയങ്ങൾ ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഇന്ത്യ രാജ്യത്തിലുള്ള ജനങ്ങൾക്കെതിരല്ല, യഹൂദർക്കോ ക്രൈസ്തവർക്കോ എതിരല്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ എല്ലാവരുടേതുമാണ്. കാരണം എല്ലാവരും അംഗീകരിക്കുന്ന വേദങ്ങളിലെ ശരിയായ ആശയം പരിശുദ്ധ ഖുർആനിൽ ഉൾക്കൊള്ളുന്നു എന്നാണ് ഇസ്ലാം പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതിയ പ്രവാചകനല്ല, മറിച്ച് ലോകത്ത് അതിനു മുമ്പ് കടന്നു വന്ന സകല പ്രവാചകന്മാരുടെയും ആശയങ്ങളെ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതിൽ നിന്ന് അതിനെ മാറ്റിയിട്ട് ആ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. ഇസ്ലാം എന്നതും അങ്ങനെ തന്നെയാണ്. മുഹമ്മദ് നബി കൊണ്ടുവന്നൊരു മതമല്ല, മറിച്ച് ആദ്യ മനുഷ്യൻ മുതൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ആദ്യ നബി മുതൽ ലോകാവസാനം വരെയുള്ള സകല പ്രവാചകന്മാരും മുന്നോട്ട് വെച്ച ജനങ്ങളെ പഠിപ്പിച്ച ആദർശമാണ് അത്. അതുകൊണ്ടാണ് സൂറത്തു നിസായിലെ 125 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. തൻ്റെ മുഖത്തെ അള്ളാഹുവിന് സമർപ്പിച്ചവനേക്കാൾ, തൻ്റെ അസ്തിത്വത്തെ അള്ളാഹുവിന് സമർപ്പിച്ചവനേക്കാൾ നല്ല മതം സ്വീകരിച്ചവൻ ആരാണുള്ളത്? അഥവാ ഇസ്ലാമാണ് ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്വന്തം അസ്തിത്വത്തെ അള്ളാഹുവിന് സമർപ്പിക്കലാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മാത്രമാണ് ശരി എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് എന്നുകൂടി പ്രമാണങ്ങൾ അത് വിശദീകരിക്കുന്നുണ്ട്. അത് ഞാനീ പറഞ്ഞതാണ്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഒന്നാണ്. ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥങ്ങളും ഇസ്ലാമിൻ്റെ പ്രവാചകന്മാരും ഒക്കെ തന്നെ എല്ലാവരുടേതുമാണ്. ഞങ്ങൾ, നിങ്ങൾ, ഇന്ന രാജ്യക്കാർ, ആ രാജ്യക്കാർ എന്നുള്ള വേർതിരിവൊക്കെ നമ്മളുണ്ടാക്കിയതാണ്. നാം എല്ലാവരും ഒരു മാതാപിതാക്കളുടെ മക്കളാണ്, ഒരു സ്രഷ്ടാവിൻ്റെ സൃഷ്ടികളാണ്. ഈ പ്രപഞ്ചം മുഴുവൻ അവരോട് നമ്മൾ ഐക്യദാർഢ്യത്തിലാണ്. കാരണം പ്രപഞ്ചവും ആകാശങ്ങളും എല്ലാം തന്നെ അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ്. അതേ ആദർശമാണ് മനുഷ്യരെ നിങ്ങളും സ്വീകരിക്കേണ്ടത്. നിങ്ങളുടെ കൈകളും കാലുകളും മനസ്സും ഹൃദയവും ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും ഏതൊരു ദൈവത്തിനാണോ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതേ സ്രഷ്ടാവായ ഏകനായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് വിജയം വരിക്കുക, മരണാനന്തര ജീവിതത്തിൽ വിജയം നേടുക, മരണാനന്തരം ഒരു ജീവിതമുണ്ട് തുടങ്ങിയ ആശയങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വർഗീയതയുടെ പരാമർശമോ സങ്കുചിതത്തിൻ്റെ പരാമർശമോ അല്ല. സകല മനുഷ്യർക്കും വേണ്ടിയുള്ള, മാനവികതയ്ക്ക് വേണ്ടിയുള്ള സത്യത്തിലേക്കുള്ള ഒരു ക്ഷണം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സത്യത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കുവാനും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലൂടെ ഇസ്ലാം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുവാനും ശ്രമിക്കണമെന്ന് മാത്രം എല്ലാവരോടും വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ശരിയായ മാർഗ്ഗദർശനം നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.